ഹലോ അസ്സലാമലൈക്കും. ഞാൻ ഇന്നൊരു കൊടൈക്കനാൽ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഫാമിലി മൊത്തം ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പമ്പിലൊക്കെ നിർത്തി എണ്ണ അടിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോകാൻ വേണ്ടി നോക്കുകയാണ്. കുറച്ചധികം ഡ്രൈവ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുള്ള സ്പോട്ട് ഇതാണ് കേട്ടോ. ഏതാ സ്ഥലം എന്നൊന്നും അറിയില്ല. അങ്ങനെ വഴിയിൽ കണ്ടൊരു കടയിൽ കയറി ചായ കുടിക്കുകയാണ്. അപ്പം ഞങ്ങളങ്ങനെ ചായ വെയിറ്റാക്കി ഇരിക്കുകയാണ്. ഞങ്ങളൊന്ന് ചെറുതായിട്ട് ഉറങ്ങിയ കാരണം അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ടയർഡായിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ചായ കഴിക്കിട്ടോ, അങ്ങനെ അതും കുടിച്ച് ഒരു കേക്കും കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തിരിക്കുകയാണ് കേട്ടോ. പിന്നെ അപ്പോക്കിനും ലിഹാന് നീച്ചിട്ടുണ്ടായിരുന്നു. ഓന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നേരത്തൊക്കെ ഉറങ്ങിയിരുന്നു. അങ്ങനെ ഓന് നീച്ച് ഓന് നല്ല കളിയിലാട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിർത്തി കാറ്റൊക്കെ കൊണ്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പിന്നെ യാത്ര തിരിക്കുന്നത്. ഞാനിങ്ങനെ വോയിസ് ഓവർ ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്യണത് ആദ്യമായിട്ടാണ്, അപ്പോൾ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അങ്ങനെ നേരൊക്കെ വെളുത്തു, നല്ല വെളിച്ചമായി. ഞങ്ങൾ വിചാരിച്ച ടൈമിൽ അവിടെ എത്തിയില്ല കേട്ടോ. ഞങ്ങൾ ഈ ഒരു ടൈം ആകുമ്പോഴേക്കിന് അവിടെ എത്തണം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ അതിനും ലേറ്റായി. അങ്ങനെ കുറച്ച് നേരം കൂടി വീണ്ടും വണ്ടി നിർത്തി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ചുരമൊക്കെ കയറി മേലെത്തിയപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ അവിടെ ഞങ്ങൾ ഇറങ്ങി. അവിടുത്തെ വ്യൂ ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, കാണാൻ അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ ഒരു വൈബൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്നു. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഷോപ്പ് കണ്ട് അവിടെ കഴിക്കാനായിട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങളൊരു ചായയും ബിസ്ക്കറ്റും കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അവിടെ ഇറങ്ങിയപ്പോൾ അവിടെ തന്നെ കുറേ പൂക്കൾ കണ്ടപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും അത് പൊട്ടിച്ച് കുറച്ച് നേരം നിന്ന് എസ്തറ്റിക്കായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ പോയി കുറച്ച് നേരത്തിന് ശേഷം ഞങ്ങൾ അങ്ങനെ അവിടെ എത്തി. ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇറങ്ങി ഒരു ആപ്പിളൊക്കെ കഴിച്ചിട്ട് അവിടെ ഇങ്ങനെ ഓരോ ഭംഗിയൊക്കെ കണ്ട് സംസാരിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ റൂം ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നു. അങ്ങനെ ലഞ്ചിൻ്റെ ടൈമായി. അങ്ങനെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഏതോ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നതാണ് കേട്ടോ. അങ്ങനത്തെ ലഞ്ചൊക്കെ വന്നു. അങ്ങനെ ലഞ്ചിനായിട്ട് ക്യാബേജ് ഉപ്പേരി, മത്തൻ കൂട്ടാൻ, ക്യാരറ്റ് കേസരി, അച്ചാർ, പപ്പടം, സാമ്പാർ, രസം, മോര്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലഞ്ച് എന്തായാലും അടിപൊളിയായിട്ട് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ലഞ്ചും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോഴേക്കും ലിഹാനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഓൾറെഡി ലേറ്റാണ്, അതിൻ്റെ കൂടെ ചെറിയൊരു ബ്ലോക്കിലും കൂടി പെട്ടിട്ട് ഞങ്ങൾ വീണ്ടും ലേറ്റായി. ഞങ്ങൾ ഏതായാലും ലേറ്റായപ്പോൾ വൺ ഡേ ട്രിപ്പ് എന്നുള്ളത് സ്റ്റേ ആക്കി. ബേബിനെ റഷാക്കി എന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ നടത്തി അവിടെ വ്യൂ ഒക്കെ ആസ്വദിച്ച് കുറച്ച് ഐസ്ക്രീമും പാനിപ്പൂരിയും കടല അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ് കേട്ടോ, ഞാനും എൻ്റെ അനിയത്തിയും കൂടി. അവിടെ കുറേ ഷോപ്പുണ്ട്. അപ്പോൾ അതിൽ ഓരോന്നിലും കയറി ഇറങ്ങി സാധനങ്ങളൊക്കെ നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ കുറേ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള മിഠായികളൊക്കെ കണ്ടു. പക്ഷെ അതിനോടൊന്നും എനിക്ക് വലിയ ക്രേസ് ഇല്ലാത്തതുകൊണ്ട് ഞാനതൊന്നും മേടിച്ചിട്ടില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കുറച്ച് നേരം ബോട്ടിങ്ങൊക്കെ കണ്ടിട്ട് അങ്ങനെ നിന്നു. അപ്പോഴാണ് ഇയാളെ എൻ്റെ കണ്ണിൽ പെട്ടത്. നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാനായിട്ട്. കുറച്ച് നേരം ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ട് നിന്നിട്ട് ഞങ്ങൾ 7Dയിലും അതുപോലെ തന്നെ മിറർ മേസിലും കയറി. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. പിന്നെ ഞങ്ങൾ റൂമിലോട്ട് തിരിച്ചിട്ടോ. അങ്ങനെ റൂമിലോട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഞങ്ങൾ നിർത്തിയതായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് പോകാനുണ്ട് റൂമിലോട്ട്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് സെറ്റായ റൂമായിരുന്നു അത്. അങ്ങനെ ഇതാ ഞങ്ങൾ റൂമെത്തി. അപ്പോൾ ഡേ 1 വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബായ്.